ഇതുകൊണ്ടാണ്, അല്ലാതെ സ്നേഹം തോന്നാഞ്ഞിട്ടൊന്നുമല്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എന്നേക്കും. ആമേൻ. പ്രാർത്ഥിച്ചതാ വരുന്നു. ഒരു പള്ളിയുണ്ട്, 300 വാതില്. എനിക്കറിയത്തില്ലേ, എനിക്കറിയത്തില്ല ചായ. മനസ്സമാധാനത്തോടെ ജീവിക്കാനും സമ്മതിക്കില്ല. ഒരു നല്ല കാര്യം ചെയ്തതിന് ഇങ്ങനെ ഇട്ട് ഓടിക്കുന്നു. എന്നെ കിട്ടില്ല മോനെ. അബ്ദുക്ക് അവൻ എങ്ങോട്ടായിട്ട് ഓടിയത്? എനിക്കറിയത്തില്ല. പോലീസും പട്ടാളവും ഒക്കെ ഉണ്ടെന്നേ. എന്നാ സാറേ പോലീസും പട്ടാളവും ഒക്കെ? അല്ല, അലക്സ് ഒന്നും അറിഞ്ഞില്ലേ? ഞാൻ എങ്ങനെ അറിയാനാ സാറേ? ആണ്ടിലൊരിക്കൽ ലീവിന് വരുന്ന ആളല്ലേ. അതാ പ്രശ്നം. അവനില്ലേ വർഗീസ്, അവൻ ലോക തെമ്മാടിയാ. കള്ള്, കഞ്ചാവ്, പിന്നെ പള്ളി ആയതുകൊണ്ട് ഞാനൊന്നും പറയണില്ല. അവൻ ഇന്നാളെ എന്റെ പട്ടാളത്തിലെ മേജറിനിട്ടൊരു കിലുത്തി. അതിന്റെ കോർട്ട് മാർഷലിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന അവന്മാര്. കോർട്ട് മാസ്റ്റർ അതാരാണ്? ഇവനേതറാ? പോലീസിന്റെ പോലെ പട്ടാളത്തിലുണ്ട് നിയമവും കോടതിയൊക്കെ. ഒറ്റ വ്യത്യാസമുള്ളൂ, നമ്മുടെ ഇടിക്ക് ഇച്ചിരി മയം ഉണ്ടാവും. അവന്മാരുടേതിനത് കാണില്ല. അവന്മാരുടെ കയ്യിലെങ്ങാൻ കിട്ടിയ ഇനിയിപ്പോ എന്നാ ചെയ്യൂ അലക്സ്? എന്നാ ചെയ്യാൻ അബ്ദുക്ക്? ഈ കുരുത്തം കെട്ടവും കാരണം എന്റെ കുഞ്ഞുങ്ങളുടെ ചടങ്ങലമ്പായല്ലോ ദൈവം. മോള് വിഷമിക്കണ്ട, ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. കത്രീനെ, മോളെ കത്രീനെ. ഉറക്കമായ കത്രീനെ, അവളിന്ന് വന്നില്ലേ? കത്രീനെ, കത്രി. കത്രീന, നിന്റെ കേണൽ വന്ന് നിൽക്കുന്നു. താങ്ക്സ് അച്ചായ. എന്തിനാടാ? എനിക്കിത് നേരത്തെ കിട്ടണമായിരുന്നു. എന്നെ അങ്ങനെ അങ്ങോട്ട് മണ്ടനാക്കല്ലേ. ഞാൻ ചങ്കിത്തൊട്ടായി പറയുന്നത്. ഇച്ചായനറിയോ, മലയാറ്റൂർ പള്ളിയിൽ സ്വർണ്ണക്കുരിശ് നേർന്നുണ്ടായ കൊച്ചാ ഞാൻ. അതെനിക്കിപ്പോ മനസ്സിലായി. കുരിശാണെന്നുള്ളത് മനസ്സിലായി. കൊഞ്ചിച്ചും പുന്നാരിച്ചും എല്ലാവരും കൂടെ എന്നെ വഷളാക്കിയതാ. ജീവിതത്തിൽ വിഷമം എന്താണെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല അച്ചായ. ഇവളോട് ചോദിക്കും, മോളെ നിന്നെ ഈ വാറച്ചായ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട്, നീ അച്ഛനോട് ക്ഷമിക്കും. ചേട്ടത്തിക്ക് അറിയാലോ, എൻ്റെയും കൊച്ചിൻ്റെയും ഇവളുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കുന്നത് ഇച്ചായന് ഒറ്റ ഒരാളാണ്. ചായ ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ചായ? അതെന്നോടാ ചോദിക്കുന്നത്? ചോദിക്കണമായിരുന്നു, ഇച്ചായൻ ചോദിക്കണമായിരുന്നു. എന്നെ വഴക്ക് പറയണമായിരുന്നു. സത്യം, ആരും എന്നെ തിരുത്തിയില്ല, നന്നാക്കാനും ശ്രമിച്ചില്ല. ഇനിയെങ്കിലും എന്നെ ഒന്നും തല്ല ചായ, ഞാൻ നന്നാവട്ടെ. പറയടി, തല്ലുന്നില്ല. പട്ടാളാ, പ്ലീസ് അച്ചായ, അവന്മാർക്ക് എന്നെ ഇട്ട് കൊടുക്കല്ലേ. കോർട്ട് മാർഷലാ, വരുന്ന വരവ് കണ്ടില്ലേ, കൈ കിട്ടി അവന്മാരെന്നെ ഇടിച്ചില്ലാതാക്കും. നീയല്ലേ പറഞ്ഞ തല്ലിയാ നന്നാവുന്നു? അവർ നല്ലോണം തല്ലും, അപ്പൊ നിനക്ക് നന്നാവില്ല. അച്ചായ, ഞാൻ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം. എങ്ങോട്ട്? കാനഡയ്ക്ക്.
കാനഡ അല്ല, ഈ കല്ലൂപ്പാറ വിട്ട അവന്മാർ തന്നെ ഇവിടത്തല്ലേ ശിക്ഷ കഴിയാതെ. മോളെ ഒന്ന് കണ്ടോട്ടെ. മോൾ ഉറങ്ങി. നീ ഇതിനകത്ത് കാണുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നടാ. അവര് നന്നാകാൻ പഠിക്കല്ലേ. മോളെ അച്ചായ നടക്കടാ. നീ വിഷമിക്കണ്ട. 1 or 2 കൊല്ലമേ കാണുള്ളൂ. അത് കഴിഞ്ഞ് അവരിങ്ങ് വിടും. ശിക്ഷ കഴിഞ്ഞ് വരട്ടെ. കാനഡയ്ക്കോ അമേരിക്കയ്ക്കോ എങ്ങോട്ട് വേണേലും വിടാം. നന്നായ മതിയായിരുന്നു. ആ എത്രനാ ഇതാരാ വരണെന്ന് നോക്കിയേ. ജോലി പോയല്ലേ? പോയായിരുന്നു. പിന്നെന്തിനാ യൂണിഫോം ഇട്ട് നടക്കുന്നത്? ആശ തീർന്നിട്ടില്ല ചായ, അതാ ഊരി കളയാത്തത്. ചായ. കയറി വാ. ഓ ചായ കുടിക്ക്. യുദ്ധം ചെയ്ത് ക്ഷീണം മാറ. മധുരമല്ല, പാലും വെള്ളം ആയാലും മതിയായിരുന്നു. മധുരമില്ല, പാലും വെള്ളമായാലും മതി. ഇനി എന്നാ പരിപാടി? അങ്ങനെയൊന്നുമില്ല, ചായയും കുടിച്ചങ്ങ് കഴിയാം അല്ലേ? ജീവിക്കണം. വാറപ്പനെ കാനഡയിൽ അയക്കാൻ ഇച്ചാൻ എന്തിനാ ഈ വീടും പറമ്പൊക്കെ പണയം വെക്കുന്നേ? കത്രീനയുടെ പേരിൽ 3 ഏക്കറില്ലേ, അത് വെച്ചാ പോരെ? അവളത് പറഞ്ഞതാ, പക്ഷെ വേണ്ട. വാറപ്പനെ നിനക്കറിയത്തില്ലേ? അവനെങ്ങാനും ലോൺ അടച്ചില്ലേ എൻ്റെ പെങ്ങളും കൊച്ചും വഴിയാതാരോ. ഇവിടെ ഉണ്ടൊരു ഭാര്യയും കൊച്ചും. ദേഷ്യപ്പെടണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ.